ബോൾ എടുത്തുകൊണ്ടില്ലെങ്കിൽ ഞങ്ങൾ ടീച്ചറിനോട് പറയും. ബോൾ എവിടെ പോയി? Hi, good afternoon, children. Sit down. Which day is today? Tuesday. Tuesday. And what birds can do? Fly. Nice. Fly. 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 Sir. Gogul. എന്താ താമസിച്ചേ? പൊയ്ക്കോളൂ. Do you know what you will going to learn today? Anybody have 2 pencil? ആരെങ്കിലും 2 പെൻസിൽ ഉണ്ടോ? Okay, give it. Anybody has wings? Okay. Then what you will do if you have wings? ബോൾ എടുത്തുകൊണ്ടില്ലെങ്കിൽ ഞങ്ങൾ ടീച്ചറിനോട് പറയും. ഗോകുൽ എന്താ എഴുതാത്തെ? അത് ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ സിന്ധു ഗുജറാത്ത മറാഠ ദ്രാവിഡ ഉൽക്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധിര രംഗ തബ ശുഭ നാമേ ജാഹേ तब शुभ आशीष माहे गाहे तब जय गाथा जनगण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. എന്റെ ബുക്ക് എടുത്താ എന്റെ ബുക്ക് നാളെ തരണേ. നോക്കട്ടെ ഇന്ന് വന്ന എന്റെ ബുക്ക് നിന്റെ ഇരിക്കുകയാണ്. നാളെ തരണേ. പെടുന്നു നട.
കുറച്ച് പേപ്പേഴ്സ് AEOയിൽ കൊടുക്കാനുണ്ട്. നാളെ വരാതിരിക്കരുത്. അപ്പോ ട്രഷറിയിൽ ബില്ല് മാറണ്ടേ? AEOയിൽ പോയിട്ട് ട്രഷറിയിൽ പോയാൽ മതി. ശരി. അമ്മ എന്നെ രക്ഷിക്കണേ, എനിക്ക് പേടിയാവുന്നമ്മ. അമ്മ അമ്മ തുറക്കാൻ നോക്ക്. പെട്ടെന്ന് വരെ. മോനെ ഗോകുലെ, മോനെ. വീട്ടിൽ വെച്ച് മോനോട് ദേഷ്യപ്പെടുകയോ മറ്റോ ചെയ്തോ? എന്റെ ഗോകുലിനോട് അതിന്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല സാർ. കോൺസ്റ്റബിൾ സാർ, ഇവിടെ എല്ലായിടത്തും സെർച്ച് ചെയ്തേ. ശരി സാർ. കുറച്ചുകൂടി തന്നെ. പഠിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ്. കൂടാതെ അനുസരണയുള്ള കുട്ടിയും. പിന്നെ എവിടെ പോയോ എന്തോ. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, ഭിക്ഷാടനത്തിന് വന്ന ഒരു സ്ത്രീ വീടിന് മുന്നിൽ നിന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന്. അങ്ങനെ വല്ലതും? നേരത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സുധീഷിനെ വിഷമിപ്പിക്കരുത്. ഓരോന്നും പറഞ്ഞോണ്ട് വരും. ഇവിടെ എങ്ങും കാണുന്നില്ല സാർ. നാളെ രാവിലെ സ്റ്റേഷനിൽ ഒന്ന് റിട്ടേൺ വരാതെ തരണം. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. വണ്ടി എടുക്ക സാർ. നീ വിഷമിക്കാതെ, അവൻ ഒരിടത്തും പോകില്ല. ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ? അയ്യോ അമ്മ. കുഞ്ഞു ഭയപ്പെടേണ്ട. കുഞ്ഞിനെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. നേരം പുലരുന്നത് വരെ ഞങ്ങളൊപ്പം ഉണ്ടാവും. എന്താ ഈ സ്കൂളിനെ കുറിച്ച് മോൻ എന്തറിയാം? ഗവൺമെന്റ് UPS രസൽപുരം. മോൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ
ഈ സ്ഥലത്തിന്റെ പേര് ഞാറക്കാടെന്നായിരുന്നു. ഞാറക്കാടോ? എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ രസൽപുരം എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഞാൻ വിശദമായി പറയാം. പണ്ട്, അതായത് 1912 ഞാറമരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ സ്ഥലത്ത് മിഷനറി പ്രവർത്തനത്തിനാണ് റസൽ സാഹിബ് എത്തിയത്. ഈ ഞാറക്കാട്ടിൽ അദ്ദേഹത്തിന് മുമ്പേ 1909 അന്താരാഷ്ട്ര വേദവിദ്യാർത്ഥി സംഘടനയുടെ ചുമതലയുമായി അമേരിക്കയിൽ നിന്നും SP ഡേവി എത്തി. അദ്ദേഹം 1917 വേട്ടമംഗലം സ്വദേശി ശ്രീ ഗോവിന്ദപിള്ള ആശാൻ നടത്തിയിരുന്ന കുടിപ്പള്ളിക്കൂടം ഞാറക്കാട്ടെ കുട്ടികൾക്കായി പ്രൈവറ്റ് സ്കൂളാക്കി. പക്ഷേ ദേവിയുടെ ശരിയായ പേര് ദേവസഹായം എന്നായിരുന്നു. നാഗർകോവിൽ ഈത്താം മൊഴിയാണ് ജന്മദേശം. പാറശാലക്കാരി ബാലമ്മാളാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി. പിന്നെ മക്കളില്ലാത്ത ദേവിക്ക് ഒരു ദത്തുപുത്രിയുണ്ട് ഇവിടെ. പാരിജാതം എന്നാണ് പേര്. അങ്ങനെ കിടക്കുന്നു വേരുകൾ. ഞാറക്കാട്ട് ഗ്രാമത്തിലെ നിഷ്കളങ്കരായ നാട്ടുകാർക്ക് റസൽ സാഹിബ് സൈക്കിളും സിനിമയും പരിചയപ്പെടുത്തുകയും അവരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്തു. നാട്ടുകാർ ഈ ഗ്രാമത്തിന് റസൽ സാഹിബിന്റെ പേര് നൽകി ബഹുമാനിച്ചു. അങ്ങനെ ഞാറക്കാട് റസൽപുരമായി. കുടിപ്പള്ളിക്കുടം 1947 സർക്കാരിന് സറണ്ടർ ചെയ്യുകയും 1982 UP സ്കൂളാവുകയും ചെയ്തു. പക്ഷേ റസൽ സാഹിബിന്റെയും ഡേവി സാഹിബിന്റെയും പ്രതീക്ഷയ്ക്കൊത്ത് സ്കൂൾ വളരുന്നില്ല. വളർത്തണം. ഒരു പ്രധാന കാര്യം വിട്ടുപോയി. ഡേവിയുടെ പേരക്കിടാവ് അലക്സാണ്ടർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അലക്സാണ്ടർ അങ്കിളോ? അതെ. മോൻ അച്ഛനോട് പറയണം, റസൽപുരം UP സ്കൂൾ ഇനിയും വളരണമെന്ന്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലം വരെ. അല്ല, ഇതൊക്കെ അറിയാവുന്ന നിങ്ങളൊക്കെ ആരാ? ഇത് ഡേവി, ഞാൻ റസൽ സാഹിബ്. എവിടെ പോയി? നീ എന്തെല്ലാം പ്രശ്നങ്ങളാ നടക്കാൻ പോകുന്ന? എല്ലാം കൊണ്ടും ആകെ പ്രശ്നം തന്നെ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ടീച്ചർ സമാധാനം പറയും. ഗോകുലോ? എവിടെ? അതാ അവിടെ. എന്റെ ഈശ്വരാ, വരൂ വരൂ, പെട്ടെന്ന് പോകാം.
ഗോകുലെ മോനെ, ഗോകുലെ മോനെ, മക്കളെ, ഗോകുലെ. കണ്ണു തുറക്കണം, കണ്ണു തുറക്കണം, കണ്ണു തുറക്കണം, കണ്ണു തുറക്കണം മോനെ, ഗോകുലെ. അച്ഛാ, അച്ഛാ, അമ്മ, അമ്മ. അലക്സാണ്ടർ, എന്റെ മോന് കഴിക്കാൻ ഞാനിപ്പോ കൊണ്ടുവരാം. അലക്സാണ്ടർ അങ്കിൾ, അലക്സാണ്ടർ അങ്കിൾ ഡേയ് മുത്തച്ഛന്റെ പേരക്കിടാവാണല്ലേ? മോൻ എങ്ങനെ അറിയാം? ഇന്നലെ രാത്രി മുഴുവൻ സമയവും ഡേയ് മുത്തച്ഛനും റസൽ മുത്തച്ഛനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവർ ഈ സ്ഥലത്തെ കുറിച്ച് എനിക്ക് എല്ലാം പറഞ്ഞു തന്നു. ഈ സ്ഥലത്തിന്റെ പേര് ഞാറക്കാടായിരുന്നെന്നും റസൽ മുത്തച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാണ് റസൽപുരം എന്നാക്കിയതെന്നും പറഞ്ഞു. പിന്നെ ഒരു കാര്യം വളരെ സങ്കടത്തോടെ പറഞ്ഞു, ഈ സ്കൂൾ ഇങ്ങനെയായാൽ പോരെന്നും ഹയർ സെക്കൻഡറി ആയി മാറണമെന്നും. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, നാം ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി പ്രവർത്തിച്ച് റസൽപുരം UPS സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് SMC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുന്നു. SMC മീറ്റിംഗ് തുടങ്ങിയിരിക്കും. ഇന്നെങ്കിലും നേരത്തെ എത്തണമെന്ന് വിചാരിച്ചതാ. മീറ്റിംഗ് ഈയിടയ്ക്ക് കൂടിയതല്ലേ? എനിക്കറിയില്ല. പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. അതിനുവേണ്ടി ഒരു സ്കൂൾ വികസന സമിതി രൂപീകരിക്കണം. പുതിയ കച്ചമ്മനെ കൺവീനർ ആയിക്കൊണ്ടും പഴയ കച്ചമ്മനെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കുന്നതായിരിക്കും നല്ലത്. ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ ധാരാളം പേർ ഉയർന്ന സ്ഥാനങ്ങളിലുണ്ട്, അവരെയും കൂടി ഉൾപ്പെടുത്തണം. സുരേഷ് പറഞ്ഞത് നല്ലൊരു അഭിപ്രായമാണ്, ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. തൽക്കാലം നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കാം, അതിനോട് സഹകരിക്കുന്നവർ കൈ ഉയർത്തുക, അതിനുശേഷം നമുക്ക് ഇതിനെ വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവാം. റസൽപുരം ഗവൺമെന്റ് UP സ്കൂളിനെ മികവുറ്റതാക്കി മാറ്റുന്നതിനു വേണ്ടി മുൻകൈയെടുത്ത എല്ലാ മാന്യ വ്യക്തികൾക്കും ആശംസകൾ അർപ്പിക്കുന്നതിനോടൊപ്പം തുടർന്നും ഇതുപോലുള്ള യോജിപ്പുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.